താനൂരിൽ ആക്രമണം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയാണ് പോലീസ് ചെയ്തത്. കണ്ടാൽ അറിയാവുന്ന 2000-ൽ പരം പേർക്കെതിരെ കേസെടുത്തെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംഭവത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മറ്റ് സഭയിലെ കാര്യങ്ങൾ. സൗമ്യ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുകയാണ്. പ്രധാനമായും ഈ വിഷയം സഭയിൽ ഇന്ന് എം ഷംസുദ്ദീനാണ് ഈ വിഷയം അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയ വിഷയം സഭയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത് ചിലരുടെ അസഹിഷ്ണുതയുടെ ഫലമായിട്ടുള്ള ഒരു അക്രമമാണ് നിലവിൽ ഇപ്പോൾ താനൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അക്രമം നിയന്ത്രിക്കാനുള്ള നടപടികൾ തന്നെയാണ് താനൂരിൽ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ഒരു നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കണ്ടാലറിയാവുന്ന 2000 പേർക്കെതിരെ കേസെടുത്ത് അതിൽ നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. 12ഓളം പോലീസുകാർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമല്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രത്യേകിച്ചും പോലീസ് വലിയ തോതിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നേരിടുന്നതിൽ നടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് അതിനെ സഹായിക്കുകയാണെന്ന് ഷംസുദ്ദീൻ ആരോപിക്കുകയും ചെയ്തു. ഇതിനുശേഷം താനൂരെ MLA ആയിട്ടുള്ള വി അബ്ദുറഹ്മാൻ ഇതേ വിഷയം സബ്മിഷനായി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും സംസാരിക്കാനുള്ള അവസരം സ്പീക്കർ നൽകുകയായിരുന്നു. നിലവിൽ താനൂരിലുള്ള അക്രമങ്ങൾക്ക് ലീഗ് തന്നെയാണ് നേതൃത്വം നൽകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രത്യേകിച്ചും 8ഓളം വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ +2 വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയെ പോലും റോഡിലിട്ട് അപമാനിക്കുന്ന സാഹചര്യമാണ് ലീഗ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അബ്ദുറഹ്മാൻ ആരോപിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. ഇത്തരത്തിൽ ഒരു പാർട്ടിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന പരാമർശം അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവും സഭയിൽ ഉന്നയിച്ചു. ഇതേ തുടർന്ന് ഇത്തരത്തിൽ ഒരു പരാമർശം സ്ഥലം MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും ഈ പരാമർശം സഭാരേഖകളിൽ നീക്കുന്നതായും സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകുകയാണ്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.